വെൽക്കം ടു ഘർഷം ടി വി യുക്മ സ്റ്റാർ സിംഗർ സീസൺ 2. ഈ എപ്പിസോഡിൽ അടുത്ത ഗാനം ആലപിക്കുന്നതിനായി സ്റ്റേജിലേക്ക് എത്തുന്നു അഡ്വക്കേറ്റ് ദിലീപ് രവി. ദിലീപ്, ഏത് ഗാനമാണ് പാടാൻ പോകുന്നത്? മംഗളം നേരുന്നുള്ള ഫിലിമിലെ അല്ലിയിളം പൂവേ എന്നുള്ള. ഓക്കെ. അല്ലിയിളം പൂവേ എന്ന ഗാനമാണ് ദിലീപ് ആരംഭിക്കുന്നത്. പൂവച്ചൽ ഖാദർ രചിച്ച് ഇളയരാജ ഈണം പകർന്ന അല്ലിയിളം പൂവേ എന്ന ഗാനം. അല്ലിയിളം പൂവോ ഇല്ലിമുളം തേനോ, അല്ലിയിളം പൂവോ ഇല്ലിമുളം തേനോ, തെങ്ങില നീരോ തേൻമൊഴിയോ മണ്ണിൽ വിരിഞ്ഞ നിലാവോ, അല്ലിയിളം ഇല്ലിമുളം തേനോ. തല്ലലം മൂളും കാറ്റേ പുല്ലാനി കാട്ടിലെ കാറ്റേ, തല്ലലം മൂളും കാറ്റേ പുല്ലാനി കാട്ടിലെ കാറ്റേ, കന്നിവയൽ കാറ്റേ നീ കൺമണിയേ ഉറക്കാൻ വാ, കന്നിവയൽ ചെല്ലം താം തെയ്യം തെയ്യം, നീ ചെല്ലം ചെല്ലം തെയ്യം തെയ്യം, തുള്ളി തുള്ളി വാവാ അല്ലിയിളം പൂവോ ഇല്ലിമുളം തേനോ, തെങ്ങില നീരോ തേൻമൊഴിയോ മണ്ണിൽ വിരിഞ്ഞ നിലാവോ, അല്ലിയിളം ഇല്ലിമുളം തേനോ. കൈവിരലുണ്ണും നേരം കണ്ണുകൾ ചിമ്മും നേരം, കൈവിരലുണ്ണും നേരം കണ്ണുകൾ ചിമ്മും നേരം, കന്നിവയൽ കിളിയേ നീ കൺമണിയേ ഉണർത്താതെ, കന്നിവയൽ കിളിയേ
അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ. വെൽ ഡൺ ദിലീപ്, വെൽ ഡൺ. താങ്ക് യു. ഇളയരാജ സാറിൻ്റെ വളരെ മനോഹരമായ ഒരു ഗാനം വരുന്നത്. ദിലീപ് നന്നായിട്ട് പാടി കേട്ടോ. എങ്കിലും നമുക്ക് ജഡ്ജസിനോട് കമൻസ് ചോദിക്കാം. ആദ്യം ഭഗത് പ്ലീസ്. ദിലീപ് ജി സാറിന് വിളിക്കുന്ന ഫഹദ് വിളിച്ചായിരുന്നു. കൊള്ളായിരുന്നു. താങ്ക് യു. അത് ഞാൻ നിങ്ങളുടെ ശബ്ദത്തിനെ പറ്റി പറയാം. നല്ല മിഡ് ടോൺ നന്നായിട്ടുള്ളൊരു ശബ്ദമാണ്. പിന്നെ സിംഗിങ്ങിൻ്റെ കാര്യം കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. മെയിനായിട്ട് എനിക്ക് നല്ല ഫീൽ ചെയ്ത് പാടേണ്ട ഒരു പാട്ടാണിത്. അതിൽ ഫീൽ കുറച്ച് പിന്നോട്ടായിരുന്നു. ഫസ്റ്റ് ഹമ്മിങ്, പല്ലവി, അനുപല്ലവി, ഇതൊക്കെ നല്ല നെർവസ് ആയ പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ശ്രുതി ഇങ്ങനെ ത്രൂ ഔട്ടായിട്ട് ഈ ഇത്രയും തരങ്ങളിൽ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ ചേരാത്ത പോലെ ഉണ്ടായിരുന്നു. ചരണമായപ്പോഴേക്കും ആളൊന്ന് ബോംബായി നന്നായി പാടി. എൻഡിങ് പോർഷൻ കമ്പയർ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് സാർ പറഞ്ഞു. സണ്ണി സാർ. ഒറിജിനൽ ആരാ പാടിയിരിക്കുന്നത്? കൃഷ്ണചന്ദ്രൻ സാർ. എനിക്ക് വളരെ ഷാർപ്പ് വോയിസ് ആണ് ഇതിനകത്ത് ഫീൽ ചെയ്യാൻ പറ്റുക. ഞാൻ കേട്ടില്ലാത്തൊരു സോങ്ങാണ് എങ്കിൽ പോലും. ഒറിജിനലിൽ ഭയങ്കര സ്ലോ ആണ്, പക്ഷെ ട്രാക്ക് കിട്ടിയത് സ്പീഡിലായിപ്പോയി. ടോട്ടലി നല്ലത്, കുഴപ്പമില്ല. പക്ഷേ അല്ലീളം പൂവോ അതാ ആ ഒരു ഇലാസ്റ്റിസിറ്റി അവിടെ കൊടുക്കണം. മനസ്സിലായോ? കൊടുക്കുന്നുണ്ട്, പക്ഷെ കുറച്ചുകൂടെ നന്നാൽ കുറച്ചുകൂടെ അഴകുണ്ടായിരിക്കും. അനുപല്ലവിയിൽ ആ തല്ലലം തുടങ്ങിയത് ആ താ എന്നുള്ള അക്ഷരം അവ്യക്തമായിരുന്നു. പുല്ലാനിക്കാട്ടിലെ എന്ന് എടുത്തപ്പോഴത്തേക്ക് ഒരു നെയ്സൽ ഒരു വോയിസ് ഫീൽ ചെയ്തിട്ടുണ്ട് അവിടെ. പിന്നെ ടോട്ടലി വലിയ കുഴപ്പം പറയാൻ പറ്റുന്നില്ല. ടോട്ടലി ഒരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്തില്ല കേട്ടോ. ആകെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ജനറലി നല്ലത്, വളരെ നന്നായിരുന്നു. താങ്ക് യു. താങ്ക് യു. ദിലീപേ എന്ത് പറയുന്നു? നമുക്ക് മാർക്ക് ചോദിക്കാം അല്ലേ? സണ്ണി സാർ. ദിലീപിൻ്റെ ഇപ്പോഴത്തെ സ്വയം വിലയിരുത്തൽ വെച്ച് ഏകദേശം എത്ര മാർക്ക് കിട്ടും? ഞാൻ നീതി പുലർത്തിയിട്ടുണ്ട്. 40 എബോ പ്രതീക്ഷിക്കുന്നു. 40 എബോ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, പ്രതീക്ഷിച്ച പോലെ തന്നെ 40. ഓക്കെ, 40. കൺഗ്രാറ്റുലേഷൻസ്. ഭഗത്. ഞാൻ ഈ റൗണ്ടിൽ കുറച്ചിട്ടാണ് മാർക്ക് ഇടുന്നത്. നമുക്ക് അടുത്ത റൗണ്ടിൽ നോക്കാം. 37. താങ്ക് യു. 37 out of 50. Thank you. Thank you, Dilip. Thank you. All the best.